ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് നേരെ ഒരു ബ്രേക്ക് എടുത്തിട്ട് അടിപൊളി കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും. നേരെ ആലപ്പുഴയിലേക്ക് അങ്ങ് പോകും. ഈ ആലപ്പുഴ എന്ന് പറയുമ്പോൾ വെള്ളം, പാടം, ഇതൊക്കെയാണല്ലോ, കായൽ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അങ്ങനെയല്ല മരിയ? അതെ, അങ്ങനെയല്ല. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ കാടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രത്യേകം കാണേണ്ട ഒരു വാർത്തയാണിത്. കാടിന്റെ ഭംഗി ആസ്വദിക്കാനും ആവാസ വ്യവസ്ഥ അറിയാനും ആലപ്പുഴക്കാർക്ക് ഇനി ദൂരെ ഒന്നും പോകണ്ട കേട്ടോ. എടത്വ വീയപുരത്ത് ഒരു കുഞ്ഞു റിസർവ് വനമുണ്ട്. വീയപുരം വനം ഡിപ്പോയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് കണ്ടുവരാം. കൊച്ചുകുട്ടികൾക്ക് കാടിനെ അറിഞ്ഞ് പഠിക്കാം, കളിക്കാം, കൂട്ടുകൂടാം. മുതിർന്നവർക്ക് കാനനത്തണലിൽ ഒത്തുചേരാം, സൊറ പറഞ്ഞിരിക്കാം. വനമില്ലാത്ത ജില്ല എന്ന ദുഷ്പേര് ആലപ്പുഴയ്ക്ക് ഇനിയില്ല. ജില്ലയിലെ ഒരേ ഒരു റിസർവ് ഫോറസ്റ്റാണ് വീയപുരം വനം ഡിപ്പോ. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇവിടെ തുറന്നു തന്നിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു ഉദ്യാനം തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടുതലായും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്ഡോർ ഗെയിംസിലുള്ള സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. ഒരു ഭാഗത്ത് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻസും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു ഭാഗം നിങ്ങൾക്ക് വരാനും കുറച്ച് നേരം ഇരിക്കുന്ന ബുക്ക് വായിക്കാം അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ രണ്ട് ഭാഗത്തും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വനപാതയിലൂടെ 1.5 കിലോമീറ്റർ ട്രക്കിംഗ് നടത്താം. കാടും ആറും വനവും വള്ളിപ്പടർപ്പും വേണ്ടുവോളം കാണാം. വേനൽക്കാലത്ത് ഈ വനം കുളിർമയാണ്. കാലവർഷത്തിൽ ഒരു മഴ നടത്തത്തിനായി ഇവിടെ ഒത്തുചേരാം. അപൂർവ ഇനം തവളകളും ചിത്രശലഭങ്ങളും ഇവിടെയുണ്ട്. ദേശാടന പക്ഷികളും നിരവധി. വലിയ വലിയ വൃക്ഷങ്ങളുണ്ട്. ഒരു 10, 400, 300 വർഷം പഴക്കമുള്ള മാവുകളും മറ്റ് വൃക്ഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ കൂടാതെ നമ്മുടെ വനത്തിനകത്തേക്ക് ഒരു 1 കിലോമീറ്റർ ആയിട്ട് നമ്മൾ ട്രക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഗൈഡ് നിങ്ങളോടൊപ്പം വരുന്നതായിരിക്കും. ബോട്ടിംഗ് ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. വലിയവർക്ക് 30 രൂപയാണ് എൻട്രൻസ് ഫീസ്. ഫോറസ്റ്റിനകത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 100 രൂപ ചാർജ് കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് ഹാഫ് ചാർജാണ്, അതായത് 15 രൂപയും 50 രൂപയും. ആദിവാസികളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന വന ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സൗകര്യമുണ്ട്. നഗരത്തിന്റെ തിരക്കിനപ്പുറം ആലപ്പുഴയിൽ ഈ കാട് ശ്വാസമെടുക്കുകയാണ്. പുതുതലമുറയ്ക്ക് പച്ചപ്പിന്റെയും ജീവന്റെയും പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട്. വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, വീയപുരം.